ഷീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കൊടിമരക്കൊള്ളയിൽ വിജിലൻസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ നൽകാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നടപടി എന്ന് പറയുന്നത് അജയ് തറയിൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക എന്നതാണ്. കാരണം 30 പവനോളം സ്വർണമാണ് കാണാതായിരിക്കുന്നത് കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ 2.5 കോടി രൂപയോളം വരുന്ന സാമ്പത്തിക പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിലൊക്കെ വ്യക്തത വേണം. സ്വാഭാവികമായും അജയ് തറയിൽ അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും. ആ നടപടികളിലേക്കാണോ ഇനി അടുത്ത ഘട്ടത്തിൽ അന്വേഷണ സംഘം കടക്കാൻ പോവുക? ഗുഡ് മോർണിംഗ് മനു. ഏതായാലും കൊടിമര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും മനു സൂചിപ്പിച്ച രീതിയിൽ തന്നെയാണ് വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ അവർ ചെയ്തതെന്ന് പറയുന്നത് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠ, കൊടിമരത്തിന്റെ 2017 നടന്ന പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു വേണ്ടി സംഭാവന സ്വീകരിച്ചിരുന്നു. അതും സ്വർണം സംഭാവനയായി സ്വീകരിച്ചിരുന്നു. ഈ സ്വർണം സംഭാവനയായി സ്വീകരിച്ചിരുന്നതിൽ ഈ സ്വർണം സംഭാവനയായി നൽകിയിരുന്നത് പ്രധാനമായും താരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ താരങ്ങളെ ആദ്യഘട്ടത്തിൽ അവരിൽ നിന്നും മൊഴിയെടുത്ത് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ നമുക്കറിയാം, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് വിജിലൻസും ഈ ഒരു അന്വേഷണം നടത്തുന്നത്. അപ്പോൾ വിജിലൻസിനും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ താരങ്ങളിൽ നിന്ന് മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തുടർന്ന് എന്താണ് ഇനി ഉള്ള നടപടി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്നിപ്പോൾ കോടതിയെ അറിയിക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ഘട്ടം എന്ന നിലയിൽ 2017 ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ്, ആ ബോർഡിൽ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യുക എന്നതിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ള കാര്യമാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല. ബോർഡിൽ പിന്നീടുള്ളത് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവായിട്ടുള്ള അജയ് തറയിലാണ്. അപ്പോൾ പൂർണ്ണമായും അജയ് തറയിലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യൽ നടക്കുക എന്നുള്ളതിൽ സംശയമില്ല. കാരണം പ്രയാർ ഗോപാലകൃഷ്ണനൊപ്പം ഈ അതായത് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയത്തൊക്കെ അവിടെ കൃത്യമായ രീതിയിൽ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി അജയ് തറയിൽ തന്നെയാണ്. അപ്പോൾ അജയ് തറയിലെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇതിലെ അപ്രധാന ചോദ്യം ചെയ്യൽ നടക്കുക എന്നുള്ളതിൽ സംശയമില്ല. ഹൈക്കോടതിയിൽ അറിയിച്ച് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ആ നടപടികളിലേക്ക് ഇന്നിപ്പോൾ ഇനി വിജിലൻസ് കടക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, 30 പവനോളം സ്വർണം കാണാതായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 27ഓളം ആളുകൾ ഈ സംഭാവന നൽകിയിട്ടുണ്ട്, സ്വർണം സംഭാവനയായി നൽകിയിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് ആളുകളുടെ പേരുകൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ആരൊക്കെ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്, അവർ കൊടുത്ത സംഭാവന പൂർണ്ണമായിട്ടും തന്നെ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ടോ അതോ അത് മറ്റു വഴിക്ക് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കൊടിമര നിർമ്മാണത്തിന് ചിലവായ 3.20 കോടി രൂപ ഫിനിക്സ് ഗ്രൂപ്പ് സംഭാവനയായി സ്പോൺസർഷിപ്പായി നൽകിയിട്ടും വീണ്ടും പണപ്പിരിവ് നടത്തിയെന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നത്. 2.5 കോടി രൂപയോളം പിരിച്ചുവെന്ന ആക്ഷേപമാണ് കേൾക്കുന്നത്. ആ തുക എങ്ങോട്ട് പോയി എന്ന ഒരുപാട് പ്രശ്നങ്ങൾ അജയ് തറയിലിന്റെ മുൻപിലേക്ക് എത്തുകയാണ്. തീർച്ചയായും അജയ് തറലിനെ കേന്ദ്രീകരിച്ച് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘം. കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണപ്പിരിവ് നടത്തി, പ്രത്യേകിച്ചും ഫിനിക്സ് ഗ്രൂപ്പ് പണം നൽകിയതിനു ശേഷവും എന്തിന് പണപ്പിരിവ് നടത്തി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. കാരണം ഫിനിക്സ് ഗ്രൂപ്പ് നൽകിയ പണം തന്നെ അപര്യാപ്തമായിരുന്നു ഈ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതോടൊപ്പം തന്നെ അതിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സംഭാവനയായി നൽകിയ സ്വർണം അതിന് ധാരാളമായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവും. പക്ഷേ അതിനപ്പുറത്തേക്ക് നിലനിൽക്കുന്നത് ഇപ്പോൾ വിജിലൻസിന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ പട്ടികയിൽ പറയുന്ന ദേവസ്വത്തിന്റെ പട്ടികയിൽ പറയുന്ന 27 പേർ മാത്രമാണോ സംഭാവന നൽകിയിട്ടുള്ളത്, അതോ ഈ പേരുകൾക്ക് ഈ പട്ടികയ്ക്ക് അപ്പുറത്ത് സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ, രേഖകളില്ലാത്ത തരത്തിൽ ഈ രീതിയിൽ സ്വർണം സ്വീകരിച്ചിട്ടുണ്ടോ സംഭാവനയായി എന്നതിലും വിജിലൻസിന്റെ സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വിജിലൻസിന്റെ അന്വേഷണം ആ രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി വേണമെങ്കിൽ അജയ് തറയിലിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് വിജിലൻസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ തുടർ നടപടികളിലേക്ക് കടക്കാനും നിലവിൽ ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. മനു, ഒരു കാര്യം കൂടി ഷീജ, അതോടൊപ്പം തന്നെയാണല്ലോ ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും പരിശോധിച്ചിരുന്നല്ലോ. ഒരുപക്ഷെ അതിന്റെ പരിശോധന സംബന്ധിച്ച കാര്യങ്ങളും ഇന്ന് SIT കോടതിയെ ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ?
അതിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സാമ്പിൾ ശേഖരിക്കുകയും അത് നിലവിൽ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. അതിന്റെ പരിശോധനാ ഫലം ഒരല്പം കഴിഞ്ഞ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിലവിൽ ഇതുവരെ എന്തൊക്കെ നടപടി SIT സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ പരിശോധനയ്ക്ക് വേണ്ടി ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് വീണ്ടും SIT സ്വർണം എടുത്തത്, അതിൽ വലിയ തോതിലുള്ള അംഗഭംഗം ഈ സ്വർണ്ണപ്പാളികൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്ത്രി ദേവസ്വം ബോർഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലെ തന്ത്രി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഇന്ന് ദേവസ്വം ബോർഡ് കൂടി ഹൈക്കോടതിയിൽ അറിയിക്കും എന്നുള്ള കാര്യമാണ് അതിൽ കൂട്ടിച്ചേർക്കാനായുള്ളത്. മനു.